ഇപ്പോഴിതാ ഇന്ത്യയുടെ ചിക്കൻ നെക്കിനെ ശക്തിപ്പെടുത്താനായി നാലാമത്തെ ബേസ് അത് മിസോറാമിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ റിംഗ് ഫെൻസിംഗ് ചിക്കൻ നെക്ക്, ഇന്ത്യൻ ആർമി മേ സെറ്റ് അപ്പ് ഫോർത്ത് ന്യൂ ബേസ് നിയർ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ഇൻ മിസോറാം എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ചിക്കൻ നെക്കിനെ ശക്തിപ്പെടുത്താൻ 3 ബേസുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ നെക്കിന് ചുറ്റും എന്നുള്ള റിപ്പോർട്ടുകൾ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. ഇപ്പോഴിതാ ബംഗ്ലാദേശ് കത്തുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്, കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. അവിടെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം, ഇതെല്ലാം തന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമാണ് ബംഗ്ലാദേശ് സർക്കാരിന് കഴിയുന്നത്, അവിടുത്തെ സൈന്യത്തിന് കഴിയുന്നത്. അതിനിടയിൽ ഇന്ത്യയുടെ ചിക്കൻ നെക്ക് മുറിക്കാനുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കം അവിടെ നിന്ന് ഉണ്ടാകും എന്ന് ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈസ്റ്റേൺ കമാൻഡർ തിവാരി ഇവിടെ എത്തുകയും കനത്ത സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തിനും ഇന്ത്യ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ എത്തി സ്ഥിതി വിവരങ്ങൾ എല്ലാം തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. 3 ബേസുകൾ ഇപ്പോൾ തന്നെ ചിക്കൻ നെക്കിന് ചുറ്റുമുണ്ട്. ഇതിപ്പോൾ ഇതാ 4ാമത്തെ ബേസ് മിസോറാമിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ സ്ഥാപിക്കാനാണ് ഇന്ത്യയുടെ നീക്കമെന്ന് പറയുന്നത്. വടക്ക് കിഴക്കിനെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ. നമുക്കറിയാം അവിടെ മരണപ്പെട്ട ഷരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ആ ജൻസി നേതാവിന്റെ ആ മരണത്തിൽ വലിയ രീതിയിലുള്ള വിലാപമാണ് അവിടെ ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ മാത്രമല്ല, ഇവിടെയും വലിയ രീതിയിൽ വിലാപമാണ് ഉണ്ടായത്. അതായത് ഇന്ത്യയിലും വലിയ രീതിയിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് സുഡാപ്പികളുടെ ചാനലിൽ വലിയ രീതിയിലുള്ള വിലാപമാണ് ഉണ്ടായത് എന്ന് നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് അറിയാം. അപ്പോൾ ഈ ഷരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഈ തീവ്രവാദി അല്ലെങ്കിൽ ഈ ഭീകരവാദി, ഇവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മുറിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു. അത് മുറിച്ച് ബംഗ്ലാദേശിന്റെ ഭാഗമാക്കി മാപ്പ് വരെ ഇവൻ ഇറക്കിയിട്ടുണ്ട്. ആ സമയത്താണ് ഇവനെ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇന്ത്യ ഫോർത്ത് ന്യൂ ബേസ് നിയർ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ഇൻ മിസോറാം, 4ാമത്തെ ബേസ് മിസോറാമിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.